ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ അയ്യന്തോളിലുള്ള ഒരു കിഡിലൻ പ്രീമിയം കേക്ക് ഷോപ്പ് കം കഫേയിലാണ്. അപ്പൊ ഇതാണ് ലാ ക്വോക്കോ കഫേ പേസ്ട്രീസ് കേക്ക്സ്. ഇതൊരു ഇറ്റാലിയൻ വേർഡാണ് വിച്ച് മീൻസ് എ പേഴ്സൺ ഹു കുക്സ് എസ്പെഷ്യലി ഫോർ എ ലിവിങ്. കൊള്ളാം, നല്ല ആപ്റ്റ് നെയിം അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ കഫേയിലേക്ക് ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. പുറത്തു നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസോട് കൂടിയുള്ള ഒരു കിഡിലൻ റെസ്റ്റോ കഫേ പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു കോഫി ഷോപ്പ് അല്ലെങ്കിൽ കേക്ക് ഷോപ്പിന് പറ്റിയ ഒരു കളർ തീം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെ ആദ്യം അട്രാക്ട് ചെയ്യുന്നത് ഈ ഒരു ടെംപ്റ്റിംഗ് അറേ ഓഫ് ഫ്രഞ്ച് ആൻഡ് ഇറ്റാലിയൻ പേസ്ട്രീസ് ആണ്. നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഫ്രഞ്ച് ആൻഡ് ഇറ്റാലിയൻ പേസ്ട്രീസ് തന്നെയാണ് ഇവരുടെ ഹൈലൈറ്റ് ഐറ്റംസ്. എസ്പെഷ്യലി ഇവരുടെ സെലക്റ്റീവ് ചീസ് കേക്ക്സ്, അത് ഫ്രോസൺ ചീസ് കേക്ക്സും ഉണ്ട്, ബേക്ക് ചീസ് കേക്ക്സും ഉണ്ട്. പിന്നെ ഇവരുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി ഇവരുടെ പ്രീമിയം കോഫി ബീൻസ് ക്രഷ് ചെയ്തുണ്ടാക്കുന്ന ഇവരുടെ കോഫിയാണ്. ഒന്നും പ്രീമിക്സ് അല്ല, അതുകൊണ്ട് നല്ല ഫ്രഷ് ആൻഡ് പ്രീമിയം ക്വാളിറ്റിയിലുള്ള കോഫിയാണ് അപ്പൊ ഇവരിവിടെ സെർവ് ചെയ്യുന്നത്. അപ്പൊ ഇവരാണ് ഇവിടുത്തെ ഓണർ കം പേസ്ട്രി ഷെഫ് മിസ് അസ്ന അഷ്റഫ്. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ലണ്ടനിലെ സിറ്റി ആൻഡ് ഗിൽഡ്സ് ലണ്ടൻ ലവോൺ അക്കാഡമിയിൽ നിന്നും സർട്ടിഫൈ ചെയ്ത വ്യക്തിയാണ്. അപ്പൊ ഒരു കാര്യം നമുക്ക് എന്തായാലും ഉറപ്പായി, അതായത് ഇവരുടെ ക്വാളിറ്റിയിലും പ്രസന്റേഷനിലും ഒരു തരത്തിലുള്ള കോംപ്രമൈസ് ഉണ്ടാവില്ല എന്ന്. അത് നമുക്ക് ഇവരുടെ ഡിസ്പ്ലേ ചെയ്ത പ്രൊഡക്റ്റിൽ നിന്നും തന്നെ മനസ്സിലാക്കാം. നമുക്ക് എന്തായാലും ഇവരുടെ ആ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് കിച്ചൺ കീപ്പ് ചെയ്തിട്ടുള്ളത്. അതിപ്പോ ഇവരുടെ ബേക്കിംഗ് വെസൽസ് ആയാലും അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആയാലും എല്ലാം വളരെ നല്ല രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ കേക്ക് സ്റ്റുഡിയോ. ഇതും വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരുപാട് രീതിയിലുള്ള മെഷീനറീസ് കാണാം, പല ടൈപ്പിലുള്ള റെഫ്രിജറേറ്റേഴ്സ് കാണാം, കൂളേഴ്സ് കാണാം, അതേപോലെ പലതരത്തിലുള്ള അവൻസ് കാണാം. എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്ന് ഇവരുടെ മെനു ഒക്കെ ഒന്ന് നോക്കിക്കളയാം. അപ്പൊ ഇവരുടെ ബെവറേജസിന്റെ മെനു ടേബിൾ മേൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഹോട്ട് ബെവറേജസും അതേപോലെ കോൾഡ് ബെവറേജസും ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ ഒരു മെനു. അപ്പൊ ഫ്രണ്ട്സ്, ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരുപാട് സെലക്റ്റീവ് സേവറീസും ഉണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് സാലഡ്സ് ഉണ്ട്, അതേപോലെ പാസ്താസ് ഉണ്ട്, ബ്രെഡ് സാൻഡ്വിച്ചസ് ഉണ്ട്, ബർഗേഴ്സ് ഉണ്ട്, പിന്നെ ഇവരുടെ സ്പെഷ്യൽ സാൻഡ്വിച്ചസ് ഉണ്ട്, റാപ്സ് ഉണ്ട്, ഫ്രഷ് ജ്യൂസസ് ഉണ്ട്, മൊഹിത്തോസ് ഉണ്ട്, പിന്നെ പലതരം ടീ ആൻഡ് ഐസ് ടീസും ഉണ്ട്. അപ്പൊ നമ്മൾ ഇവരുടെ കുറച്ച് സെലക്റ്റീവ് പേസ്ട്രീസും സേവറീസും ആണ് ഓർഡർ ചെയ്തത്. അതിൽ ആദ്യം വന്നത് ഇവരുടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ബേക്സ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ചീസ് കേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു ഹണി കേക്ക് ആണെന്ന് തോന്നുന്നു. പിന്നെ അതിനുശേഷം ഒരു പൈ പോലെ ഉണ്ട് കണ്ടിട്ട്. പിന്നെ പറഞ്ഞത് ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ആണ്. പിന്നെ അതിനുശേഷം വന്നത് ഇതൊരു കിഡിലൻ പേസ്ട്രി ആണ്. പിന്നെ പറഞ്ഞത് ഈ ഫേമസ് ഫ്രഞ്ച് ഡെസേർട്ട് ആണ്. പിന്നെ അടുത്തത് വന്നത് മിക്കവർക്കും അറിയാവുന്ന ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ആണ്. പിന്നെ ലാസ്റ്റ് ചെറിയ പുഡിംഗ് പോലെ സംഗതിയും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ ഓറഞ്ച് ക്രഞ്ചിൽ നിന്നും തുടങ്ങാം. ഈ ഒരു പേസ്ട്രിക്ക് വളരെ ആപ്റ്റ് ആയിട്ടുള്ള റേറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു സ്പൂൺ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, അതായത് ശരിക്കും ഒരു ഓറഞ്ച് ഫ്ലേവറിലുള്ള മൂസ് പേസ്ട്രി ആണ്. ഒരു തിൻ സ്പഞ്ച് കേക്കിന്റെ മേലെ ഇവരുടെ ചോക്ലേറ്റ് കോട്ടഡ് കോൺഫ്ലേക്സ്, അതിന്റെ മേലെ ഓറഞ്ച് മൂസ്, പിന്നെ അതിന്റെ മേലെ ഇവരുടെ സ്പെഷ്യൽ ഡിപ്ലോമാറ്റ് ക്രീമാണ് വരുന്നത്. പിന്നെ അടുത്ത് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്ലാസിക് ഫ്രഞ്ച് പേസ്ട്രി മിൽഫിയെ ആണ്. ഇതൊരു പഫ് പേസ്ട്രി ആയതുകൊണ്ട് കട്ട് ചെയ്താലും കടിച്ചാലും ഒരേ എഫക്റ്റ് ആണ്. അപ്പൊ നമുക്കിതൊരു ബൈറ്റ് എടുത്ത് നോക്കാം. ആഹാ, കൊള്ളാം. ഓത്തന്റിക് മിൽഫിയെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. മുമ്പ് കഴിച്ചെടുത്ത് പേസ്ട്രിക്ക് പകരം സ്പഞ്ച് കേക്ക് ആയിരുന്നു. അടുത്തത് നമുക്ക് ഇവരുടെ ബേക്ക് യോഗേർട്ട് ഒന്ന് കഴിച്ചു നോക്കാം. മുമ്പ് നല്ല വലിയ കപ്പിലാണ് കിട്ടിയിരുന്നത്, ഇപ്പൊ നല്ല ക്യൂട്ട് സ്മോൾ കപ്സിലാണ് സെർവ് ചെയ്യുന്നത്. സംഗതി കൊള്ളാം. ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. അതായത് യോഗേർട്ടിന്റെ കൂടെ ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഫ്രൂട്ട് കട്ട്സ് കൊണ്ട് ഗാർണിഷ് ചെയ്തൊരു മസ്റ്റ് ട്രൈ ഐറ്റം. പിന്നെ ട്രൈ ചെയ്തത് പ്രേമം സിനിമ ഹിറ്റ് ആയതിനു ശേഷം വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ആണ്. അപ്പൊ അന്ന് ഓവർഡോസ് ആയതുകൊണ്ട് പലയിടത്തും പാറ്റഗുളികയുടെ മണമായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് കഴിക്കുന്നത്. ആഹാ, കിഡിലൻ.
ഇതാണ് മോനെ റെഡ് വെൽവെറ്റ് കേക്ക്. റെഡ് വെൽവെറ്റ് കേക്ക് ഈസ് ബാക്ക്. പിന്നെ ട്രൈ ചെയ്തത് വേൾഡ് ഫേമസ് സ്പാനിഷ് ഡെസേർട്ട് ആയ ബേൺഡ് ബാസ്ക് ചീസ് കേക്ക് ആണ്. ഇതിന്റെ കൂടെ ഒരു ചോക്ലേറ്റ് സോസും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പോർഷനും അതേപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫൈൻ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസിനും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡീസന്റ് റേറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ആ ചോക്ലേറ്റ് സോസ് ഇതിന്റെ മുകളിൽ ഒഴിച്ച് ഒരു ചെറിയ പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണെന്ന്. അതാണ് ഇതിന്റെ പ്രത്യേകത. ടൂ ഗുഡ്. വായിൽ വെച്ചതും അലിഞ്ഞു പോയി. ഈ ക്രീമി ഇന്നർ ടെക്സ്ചർ തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ ഒരു വേർഷൻ ഓഫ് ഹണി കേക്ക് ആണ്. അതിനും നല്ലൊരു പോർഷൻ ആണ് വരുന്നത്. ഈ റേറ്റ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം. സാധാരണ ഹണി കേക്കിനെക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹണി കേക്കാണ്. കുറച്ചും കൂടി സോഫ്റ്റർ ആൻഡ് മോയിസ്റ്റ് ആയി തോന്നി ഇവരുടെ വേർഷൻ. അപ്പൊ ഇതൊക്കെ കഴിച്ച് ദാഹിച്ചപ്പോ പറഞ്ഞതാണ് ഇവരുടെ ഈ ഒരു കോൾഡ് ബേവറേജും ഒരു ഹോട്ട് ബേവറേജും. അപ്പൊ ഇതാണ് ഇവരുടെ ക്യാpuccino. നല്ലൊരു പ്രസന്റേഷൻ, നല്ല ക്വാണ്ടിറ്റി, അതേപോലെ നല്ല ക്യൂട്ട് മഗ്ഗിലാണ് ഇത് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു സാഷേ ഷുഗർ ഇട്ടിട്ട് ഒരു സിപ്പ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല പെർഫെക്റ്റ് ക്യാpuccino. ആക്ച്വലി ഒരു സാഷേ പോരാ, 2 സാഷേ ഇട്ടാലേ ആ ഒരു മധുരം കിട്ടുന്നുള്ളൂ. പക്ഷെ നല്ല ക്വാളിറ്റി ക്യാpuccino ആണ്. അടുത്തത് നമുക്ക് ഇവരുടെ പീച്ച് ഐസ് ടീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനും നല്ല ക്വാണ്ടിറ്റി ആണ്, നല്ല പെർഫെക്റ്റ് റേറ്റ് ആണ്. അപ്പൊ ഇതൊരു സിപ്പ് എടുത്ത് നോക്കാം. എക്സലന്റ് ചിൽഡ് പീച്ച് ഐസ് ടീ. പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ ഒരു ആപ്പിൾ പൈ വിത്ത് ഐസ്ക്രീം ആണ്. നല്ല റീസണബിൾ റേറ്റ് ആണ്. ഈ ഒരു ക്വാണ്ടിറ്റി വരുന്നുണ്ട്. സാധാരണഗതിയിൽ എനിക്ക് ഫ്രൂട്ട്സ് ഡെസേർട്സിൽ ഇഷ്ടമില്ല. പക്ഷെ ഇവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ആണെന്ന് പറഞ്ഞപ്പോൾ ട്രൈ ചെയ്തതാണ്. കൊള്ളാം. ആപ്പിൾ ആണെന്ന് ഫീൽ ചെയ്തില്ല. അതായത് ഒരു സിനമൺ ഫ്ലേവർ വരുന്നുണ്ട്. പിന്നെ ഐസ്ക്രീമിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ. പിന്നെ ട്രൈ ചെയ്തത് മറ്റൊരു ഫേമസ് ഫ്രഞ്ച് ഡെസേർട്ട് ആയ ചോക്ലേറ്റ് മാക്കീസ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു സ്ലൈസ് എടുത്ത് നോക്കാം. കണ്ടിട്ട് ഒരു ചോക്ലേറ്റ് മൂസിന്റെ ഒരു കിഡ്ലൻ കേക്കാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ചോക്ലേറ്റ് മൂസ് കേക്കാണ്. ചോക്ലേറ്റ് ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അങ്ങനെ ഇവരുടെ പേസ്ട്രീസും ഡെസേർട്സും ഒക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ദേ വരുന്ന ഒരു കിഡിലൻ പുഡിങ്ങും ഒരു കേക്കും. അപ്പൊ ഇതാണ് ഫ്രണ്ട്സ് ഇവരുടെ ബേക്ക് ചോക്ലേറ്റ് ചീസ് കേക്ക്. ഇതിന്റെ ക്രസ്റ്റ് ആയാലും ഫില്ലിംഗ് ആയാലും ടോപ്പിംഗ് ആയാലും എല്ലാം ചോക്ലേറ്റിന്റെ പല കോമ്പിനേഷൻസ് ആണ്. അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എക്സലന്റ് ചോക്ലേറ്റ് കേക്കാണ്. ബേക്ക് ചീസ് കേക്ക് ആയതുകൊണ്ട് കുറച്ചും കൂടി ഡെൻസ് ആൻഡ് വെൽവെറ്റി ടെക്സ്ചർ ആണ്. പിന്നെ ഇതിന്റെ മുകളിൽ ഗാർണിഷിങ്ങിനായിട്ട് ഇവർ മെറിംഗ് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി മെറിംഗ്. പിന്നെ ട്രൈ ചെയ്തത് മറ്റൊരു ഫേമസ് ഫ്രഞ്ച് ഡെസേർട്ട് ആയ ക്രെം ബ്രൂലെ ആണ്. അപ്പോ ഇത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ഒരു ഹാർഡ് ആൻഡ് കാരമലൈസ് ഷുഗർ ടോപ്പിംഗ് വരുന്നുണ്ട്. ശരിക്കും ഒരു ഫ്രഞ്ച് വാനില കസ്റ്റേർഡ് തന്നെയാണെന്ന് പറയാം. അപ്പോ ആ കോട്ടിങ്ങും കസ്റ്റേർഡും ഒക്കെ കൂടി ഒരുമിച്ചൊന്ന് കഴിച്ചു നോക്കാം. നല്ല റിച്ച് വാനില കസ്റ്റേർഡ് ബേസ് ഉള്ള ഒരു കിഡിലൻ ഡെസേർട്ട് ആണ്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അങ്ങനെ ആദ്യമായിട്ടാണ് ഒരുപാട് ടേസ്റ്റി ഡെസേർട്ട്സും സ്വീറ്റ്സും ഒക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ സേവറി ഐറ്റംസ് കഴിക്കാൻ പോകുന്നത്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഐറ്റംസ് വരുന്നുണ്ട്. ബർഗേഴ്സ് വരുന്നുണ്ട്, സാൻഡ്വിച്ച് വരുന്നുണ്ട്, റാപ്സ് വരുന്നുണ്ട്, പിന്നെ സ്റ്റാർട്ടർ ഐറ്റംസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ ഒരു കിഡിലൻ സ്റ്റാർട്ടറായ ഡൈനമൈറ്റ് ചിക്കനിൽ നിന്നും തുടങ്ങാം. ഇത് കണ്ടിട്ട് ഇവരുടെ സ്പെഷ്യൽ വേർഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കൊള്ളാം. നല്ലൊരു സ്പൈസി ടേസ്റ്റ് ആണ്. അതായത് സാധാരണ കഴിക്കാറുള്ള ആ ഗ്ലേസിംഗ് ഡൈനമൈറ്റ് സോസ് അല്ല, പക്ഷെ ഇവരുടെ തന്നെ ഒരു ഇൻഹൗസ് സോസ് പ്രിപ്പറേഷൻ ആണ്. അതിന്റെ കൂടെ ഒരുപാട് വെജീസും വരുന്നുണ്ട്. ഒരു മസ്റ്റ് ട്രൈ സ്റ്റാർട്ടർ തന്നെയാണ്. പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ സീസർ സാലഡ് ആണ്. നല്ല കളർഫുൾ പ്രസന്റേഷൻ, നല്ല ക്വാണ്ടിറ്റി. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം. നല്ല ഗ്രിൽ ചിക്കൻ, ഐസ്ബർഗ് ലെറ്റ്യൂസും ടൊമാറ്റോസും ഒലിവ്സും ബോയിൽഡ് എഗ് സ്ലൈസസും ഇവരുടെ സ്പെഷ്യൽ മയണൈസ് ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ സാലഡ് ആണ്. പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ മറ്റൊരു കളർഫുൾ ഡിഷായ ചിക്കൻ ക്രീമി ആൽഫ്രഡോ പാസ്തയാണ്. അപ്പൊ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്രീമി വൈറ്റ് സോസിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള പാസ്തയാണ്. ഇതിലും ഗ്രിൽ ചിക്കന്റെ കൂടെ നല്ല സെലക്റ്റീവ് വെജീസ് വരുന്നുണ്ട്. ശരിക്കും ഒരു ഹെൽത്തി വേർഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ പറഞ്ഞതാണ് ഇവരുടെ തന്നെ സ്പെഷ്യൽ സിഗ്നേച്ചർ ഡിഷായ ഇവരുടെ ചിക്കൻ ക്രോസാൻഡ്വിച്ച്. നല്ല വലിയ ക്രോസോണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ്. നല്ല ഫുള്ളി ഫിൽഡ് സാൻഡ്വിച്ച്. ഗ്രിൽ ചിക്കന്റെ കൂടെ ഇവരുടെ സെലക്റ്റീവ് വെജീസും സ്പെഷ്യൽ മയണൈസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ബൈറ്റ് എടുത്ത് നോക്കാം.
ആഹാ, നല്ല പെർഫെക്റ്റ് സാൻഡ്വിച്ച് ആണ്. അതായത് നല്ല ഐസ്ബർഗ് ലെറ്റ്യൂസും ടൊമാറ്റോസും കുക്കുംബറും ഹാലപ്പീനോസും സ്പെഷ്യൽ മയോണൈസും ചിക്കനും ഒക്കെ കൊണ്ട് ഫില്ല് ചെയ്ത് ഇവരുടെ നല്ല ഫൈൻ ക്വാളിറ്റി ക്രോസോണിലുള്ള സാൻഡ്വിച്ച് ആണ്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം. പിന്നെ വന്നത് ഇവരുടെ തായ് ചിക്കൻ റാപ്പാണ്. അത്യാവശ്യത്തിന് വലുതായ 2 പീസിന് വരുന്ന റേറ്റ് ആണ് ഇത്. അപ്പൊ നമുക്ക് ഇതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം. കൊള്ളാം, നല്ല പെർഫെക്റ്റ് ടോട്ടില റാപ്പാണ്. അതായത് ഒരു മൈൽഡ് സ്വീറ്റ് ആൻഡ് ഗാർലിക് ഫ്ലേവറിലുള്ള ഒരു ചിക്കൻ ഫില്ലിംഗ് ആണ് വരുന്നത്. അതിന്റെ കൂടെ നല്ല സെലക്റ്റീവ് വെജീസും വരുന്നുണ്ട്. ട്രൈ ചെയ്യാവുന്ന ഒരു സ്പെഷ്യൽ റാപ്പ് തന്നെയാണ്. പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ ഒരു ചിക്കൻ ബർഗർ ആണ്. നല്ല റീസണബിൾ റേറ്റ് ആണ്. നല്ല കിഡിലൻ ഫില്ലിംഗ് ആണ്. പിന്നെ ഇതിലുള്ള ബണ്ണായാലും നല്ല ക്വാളിറ്റി ബണ്ണ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല തവ ഗ്രിൽ ചിക്കൻ പാറ്റി, ചീസ്, ലെറ്റ്യൂസ്, അതേപോലെ കോൾസ്ലോ സാലഡൊക്കെ ആയിട്ട് നല്ല കിഡിലൻ ബർഗർ ആണ്. നല്ല പെർഫെക്റ്റ് ബൺ ക്വാളിറ്റി. പിന്നെ ഇതിന്റെ കൂടെ പെരി പെരി ഫ്രൈസും വരുന്നുണ്ട്. പിന്നെ പറഞ്ഞത് ഇവരുടെ ചിക്കൻ ഹോട്ട് ഡോഗ് സാൻഡ്വിച്ച് ആണ്. അത്യാവശ്യത്തിന് നല്ല ലോങ് സൈസ് ബണ്ണിലാണ് വരുന്നത്. നല്ല ഡീസന്റ് റേറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം. കൊള്ളാം, നല്ല പെർഫെക്റ്റ് ഹോട്ട് ഡോഗ് സാൻഡ്വിച്ച് ആണ്. ഇതിൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഇവരുടെ ക്രിസ്പി കാരമലൈസ്ഡ് അണിയൻസിന്റെ ഗാർണിഷിംഗ് ആണ്. പിന്നെ ഹോട്ട് ഡോഗിന്റെ കൂടെ ഇവരുടെ സെലക്റ്റീവ് വെജീസും സ്പെഷ്യൽ മയോണൈസും വരുന്നുണ്ട്. അങ്ങനെ അവസാനം ഇവരുടെ ഒരു ബീഫ് ബർഗറും ട്രൈ ചെയ്തു. ഇതിനും നല്ല റീസണബിൾ റേറ്റ് ആണ്. ഇവരുടെ ചിക്കൻ ബർഗറിൽ ഉള്ളതുപോലെ സെയിം ഫില്ലിംഗ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം. നല്ല തവ ഗ്രിൽ ബീഫ് പാറ്റിയാണ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം ഫില്ലിംഗ് ആണ്. ഇതിന്റെ കൂടെ ഇവരുടെ പെരി പെരി ഫ്രൈസ് ഉണ്ട്. അപ്പൊ ഫുഡ് എല്ലാം കഴിഞ്ഞപ്പോ ഇവരുടെ കുറച്ച് സാമ്പിൾ ചോക്ലേറ്റ്സ് ട്രൈ ചെയ്യാൻ തന്നിരുന്നു. അതായത് ഇവര് തന്നെ ഡിസൈൻ ചെയ്യുന്ന കസ്റ്റമൈസ് ചോക്ലേറ്റ്സ് ആണ്. അതായത് ഒരുവിധ എല്ലാ ഒക്കേഷൻസിനും പ്രീ ഓർഡർ ചെയ്താൽ ഇവര് തന്നെ കസ്റ്റമൈസ് ചെയ്ത ചോക്ലേറ്റ്സും കേക്ക്സും കിട്ടും. അപ്പൊ നമുക്ക് ഇവരുടെ ഈ ചോക്ലേറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ഫൈൻ ക്വാളിറ്റി റാപ്പിംഗ് ആണ്. അതേപോലെ നല്ല ഡീസന്റ് ക്വാളിറ്റി ചോക്ലേറ്റ് ആണ്. മിൽക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഹേസൽനട്ട് ഒക്കെ വെച്ചിട്ടുള്ള നല്ല കിഡിലൻ ചോക്ലേറ്റ് ആണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ്. സത്യത്തിൽ ഇവരുടെ പേസ്ട്രീസ് കഴിക്കാനാണ് വന്നത്. പക്ഷെ അതിനോടൊപ്പം ടേസ്റ്റി ആയിട്ടുള്ള ഇവരുടെ സേവറീസും കൂടി കഴിച്ചപ്പോ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു. 2 കാറ്റഗറീസിനും 2 ഡിഫറെന്റ് ഷെഫ്സ് ആണ്. 2 പേരും അവരുടേതായ ഫീൽഡിൽ പുലികളുമാണ്. ഇവരുടെ മിക്ക ബേക്സും പേസ്ട്രീസും വളരെ ഒത്തന്റിക് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതേപോലെ ഇവരുടെ സേവറീസ് ആയാലും നല്ല ഹെൽത്തിയർ വേർഷൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫാമിലി ഓർ ഫ്രണ്ട്സ് ഒക്കെ ആയി വന്നിട്ട് ഇവിടെ വന്ന് കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇവിടെ മുകളിലും പാർക്കിംഗ് ഉണ്ട്, ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗും ഉണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.